ജയിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഇട ദിവസത്തിൽ ബുധനാഴ്ച ഒത്തിരി പേര് ഇവിടെ തങ്ങളുടെ ജോലിയൊക്കെ മാറ്റിവെച്ച് വരുവാനിടയായത്. ആയതുകൊണ്ട് തന്നെ അമ്മച്ചിയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഓരോരുത്തർക്കും വളരെ പ്രത്യേകമായിട്ട് ദൂരെ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, അവർക്ക് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, ധർമാരാമിനെ പ്രതിനിധീകരിച്ച് വന്നവരുണ്ട്, ഞാൻ തന്നെ ജോലി ചെയ്യുന്ന ഇടവകയിൽ നിന്ന് വന്നവരുണ്ട്. 12ഓളം പേര് ആ ഇടവകയിൽ വികാരിച്ചിട്ടുണ്ട്. ജഗദൽപൂർ പ്രോവിൻസിനെ, ഞാൻ അംഗമായിരിക്കുന്ന ജഗദൽപൂർ പ്രോവിൻസിനെ പ്രതിനിധീകരിച്ചു കൊണ്ടുവന്ന അച്ഛന്മാരുണ്ട്. പിന്നെ ഞാൻ ധർമാരവിനെ പ്രതിനിധീകരിച്ച് എൻ്റെ തന്നെ കൂട്ടുകാരച്ഛന്മാർ വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരച്ഛൻ്റെ വരവ് എന്നെ അത്ഭുതപ്പെടുത്തി. അച്ഛൻ വഴി എങ്ങനെയോ അറിഞ്ഞ് ഇവിടെ വന്നു. മാത്യു ആറ്റിങ്ങൽ അച്ഛൻ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അച്ഛൻ ഇവിടെ വരുമെന്ന്. കൃത്യസമയത്ത് അച്ഛനെത്തി. അച്ഛൻ എന്തായാലും ഒത്തിരി വഴി തെറ്റിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എല്ലാവരുടെയും സ്നേഹം, അതിനും അപ്പുറം ഞാനിതിനെ കാണുന്നത് ഇങ്ങനെയാണ്. അമ്മച്ചിയുടെ സ്നേഹവും നന്മയും, അമ്മച്ചിയുടെ ദൈവവിശ്വാസത്തിൻ്റെ പ്രകാശം ഞങ്ങളിലൂടെയും അനേകരിലേക്ക് എത്തിച്ചേർന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്, ഇതിനെ കണക്കാക്കുകയാണ്. എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ MSMI സിസ്റ്റേഴ്സ് ഉണ്ട്, SHലെ സിസ്റ്റേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ എല്ലാവരുടെയും പേരിൽ വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ, വികാരിച്ചിൻ്റെ പേരിൽ, ഇടവക സമൂഹത്തിൻ്റെ പേരിൽ വളരെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അമ്മച്ചിയെക്കുറിച്ച് ഒരു വാക്ക് മാത്രം പറഞ്ഞില്ലെങ്കിൽ അത് കുറവായിരിക്കും എനിക്ക് തോന്നുകയാണ്. ഞാൻ അമ്മച്ചി എന്താണെന്ന് ചിന്തിച്ചത് ഇപ്പോഴൊക്കെയാണ്. അമ്മച്ചിയെക്കുറിച്ച് അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞാദ്യം സമഗ്രമായിട്ടൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ചിന്തിക്കുന്നത് പറയുകയും പറയുന്നത് മുഖത്തും വികാരങ്ങളിലൂടെയും പ്രകടിപ്പിക്കുകയും കഴിയുമെങ്കിൽ അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അമ്മച്ചി, അതിലെ യൂണിറ്റ് ഓഫ് തോട്ട് ആൻഡ് ആക്ഷൻ എന്ന് പറയുക, അതായിരുന്നു അമ്മച്ചി. അമ്മച്ചിക്ക് കാപട്യങ്ങളില്ല, അഭിനയിക്കാൻ അറിയത്തില്ല. സത്യം, നന്മ, നീതി, സ്നേഹം, എല്ലാ നന്മയുടെ ഗുണങ്ങളും. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞാൻ അത്ഭുതപ്പെട്ട കാര്യം, ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവരോടും നല്ല മനുഷ്യരായിരിക്കും. അതുകൊണ്ട് അമ്മച്ചിയുടെ ജീവിതത്തിലൂടെ അമ്മച്ചി സാക്ഷ്യം വഹിച്ചെന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് അമ്മച്ചിയുടെ സുഹൃത്തുക്കളിൽ കത്തോലിക്കൽ മാത്രമല്ല അന്യമതസ്ഥരുമുണ്ട്. അത് അമ്മച്ചിയുടെ നന്മയുടെ വലിയ പ്രകാശനമാണ്. നമുക്കൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് ഞാനൊക്കെ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പക്ഷേ അമ്മച്ചിയുടെ നന്മയുടെ വാക്യപത്രമാണെന്ന് ഞാൻ പറയും. ഒരിക്കൽ കൂടി അമ്മച്ചിയുടെ പേരിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി. മരണവിധേയരാക്കിയ മരണശേഷം ഉയർപ്പിച്ച ക്ഷീരാകിയ ദൈവം വാഴ്ത്തപ്പെടാനാവട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും വൈരാസ്യമുടെ വിലപിക്കരുതേ. കർത്താവിൻ നല്ലൊരിടയൻ, വത്സലനാം നായകനും താൻ, തൻ കൃപയാൽ മേച്ചിടുമെന്നെ, കുറവേതുമെനിക്കില്ലതിനാൽ. കർത്താവിൻ നല്ലൊരിടയൻ, വത്സലനാം നായകനും താൻ, തൻ കൃപയാൽ മേച്ചിടുമെന്നെ, കുറവേതുമെനിക്കില്ലതിനാൽ. പച്ചപ്പുൽ തകിടികളിൽ താൻ വിശ്രാന്തി എനിക്ക്
എനിക്കരുളുന്നു. പച്ചപ്പുൽ തകിടികളിൽ താൻ വിശ്രാന്തി എനിക്കരുളുന്നു. നിശ്ചലമാം നീർച്ചോലയതിൻ സവിധത്തിൽ ചേർത്തിടുമെന്നെ. നിശ്ചലമാം നീർച്ചോലയതിൻ സവിധത്തിൽ നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. ശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സോപ്പ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നതൻ ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. നിത്യമാം പ്രകാശമേ, നയിക്കുകെന്നെ നീ. ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോൽ. എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഏറെ ദൂരെയുള്ള നല്ല കാഴ്ച കാണുവാനല്ല എൻ്റെ അർത്ഥനകൾ നിൻവരത്തിനായി. എൻ്റെ പാദമൊന്നു നീ നയിക്കിലെത്രയും. എൻ്റെ മാർഗദീപമേ, എനിക്കു തൃപ്തിയായി. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഞാൻ കടന്നു പോന്ന കാലമോർക്കുമെങ്കിലോ, ഞാൻ മതി എനിക്കു തന്നെ എന്ന ചിന്തയാൽ
എൻ്റെ മാർഗം എൻ്റെ ഇഷ്ടമെന്ന പോലെയായി നിന്റെ രക്ഷണീയ പാത തേടിടാതെ ഞാൻ നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. Hey